ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വീട്ടിലും ആവശ്യമായി വരുന്നൊരു പച്ചക്കറിയാണ് തക്കാളി. അപ്പം തക്കാളിക്ക് നമ്മളിവിടെ കൊടുക്കുന്ന സീഡുകളുണ്ട്. തക്കാളിയുടെ ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള സീഡുകൾ എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചിട്ട് ആ വിത്തുകൾ ഉപയോഗിച്ചോ, ഇനി അത് വാങ്ങിക്കാൻ സൗകര്യമില്ലാത്തവരാണെങ്കിൽ നമ്മൾ കറി വെക്കാനായിട്ട് തക്കാളി വാങ്ങിക്കുമല്ലോ, ആ തക്കാളിയുടെ ഒരു പകുതി തക്കാളി മതി. ഒരു പകുതി തക്കാളിക്കകത്തുള്ള വിത്തുകൾ മാത്രം മതി നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളിയുടെ തൈകളെ വളർത്തിയെടുക്കാൻ. അപ്പോൾ ആ വിത്തുകൾ മണ്ണിലേക്ക് പാകി വയ്ക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവർ വളർന്നു വരും. ഏകദേശം ഇത്രയുമെങ്കിലും വലിപ്പമെത്തിയ തക്കാളി തൈകൾ വേണം നമ്മൾ മാറ്റി നടാൻ. ഇതിപ്പോൾ ഏകദേശം ഒരു മാസം വരെ പ്രായമായിട്ടുള്ള തക്കാളിയുടെ തൈകളാണ്. ഇങ്ങനെയുള്ള തൈകളെ ഞാൻ ഇവിടേക്ക് മാറ്റി നട്ട് വളർന്നു തുടങ്ങിയതാണ്. അപ്പോൾ ഈ തൈകൾ എങ്ങനെയാണ് മാറ്റി നടുന്നത് എന്നൊക്കെ ഞാനൊരു പ്രത്യേക രീതിയിലാണിത് നട്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പം ഇത് ഏകദേശം ഇത്രയും ഒരു വളർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല ആരോഗ്യത്തിലാണ് അതിൻ്റെ കൂമ്പിലകളൊക്കെ വന്നു തുടങ്ങുന്നത്. ഈ അവസരത്തിൽ നമ്മൾ ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്നാണെന്നറിയോ? ഇത് സ്യൂഡോമോണാസ് ആണേ. അതിൻ്റെ ഒരു സ്പൂണ്, ഇത് 1 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിനകത്തേക്ക് നമ്മൾ നല്ലതുപോലെ ഇട്ടിട്ട് കലക്കിയെടുക്കും. കണ്ടോ, ഇതുപോലെ കലക്കിയെടുത്തിട്ട് ഇങ്ങനെയുള്ള തക്കാളി ചെടികൾക്ക് എല്ലാ ഇലയിലും തണ്ടിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ തക്കാളിക്ക് നല്ല വളർച്ചയും കിട്ടും. അതുപോലെ ഈ ബാക്ടീരിയൽ വാട്ടം രോഗം ഉണ്ടല്ലോ, അത് നല്ലൊരു പരിധിവരെ തടയാനുമാകും. തക്കാളിയുടെ തൈകൾ വാടിപ്പോകുന്നു എന്ന് പറഞ്ഞ് എനിക്ക് ഇന്നലെയും ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നല്ലോണം വളർന്നു, കായപിടുത്തം തുടങ്ങിയതാണ്, വാടി തുടങ്ങി, ഇനി എങ്ങനെ രക്ഷപ്പെടുത്തും എന്നാണ്. തക്കാളി തൈകൾക്ക് വാട്ടം തുടങ്ങിയാൽ അത് രക്ഷപ്പെടുത്തിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ചിലപ്പോഴെങ്ങാനും നമ്മളിതുപോലെ സ്യൂഡോമോണാസ് കലക്കി ഒഴിക്കുവാൻ രക്ഷപ്പെട്ട് കിട്ടുമെന്നേ ഉള്ളൂ. ബാക്ടീരിയൽ വാട്ടം വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി. തക്കാളിയുടെ തൈകൾ നമ്മൾ മാറ്റി നടുന്നത് നല്ലപോലെ അടിവളം ചേർത്ത നീർവാർച്ചയുള്ള, അതായത് നല്ല വളക്കൂറുള്ള മണ്ണിലേക്കായിരിക്കണം നമ്മൾ തക്കാളിയുടെ തൈകൾ മാറ്റി നടുന്നത്. എന്നാലേ വെച്ചാൽ ഉടനെ തന്നെ നല്ല ആരോഗ്യത്തോടെ വളർന്നു കയറാനായിട്ട് തുടങ്ങത്തുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും ഓരോ 10 ദിവസം കൂടുമ്പോഴും തക്കാളിക്ക് എന്തെങ്കിലും വളം, അത് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വളങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നതോ എന്തായാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ജൈവ സ്ലറിയോ ഒക്കെ 10 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കണം. ഇവർ ഭയങ്കരമായിട്ട് വളവും വെള്ളവും ആവശ്യമുള്ള ഒരു ചെടിയാണ് തക്കാളി. അങ്ങനെ നമ്മൾ തക്കാളി വളർത്തി തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. മാസത്തിൽ 1 പ്രാവശ്യം, ഇത് കുമ്മായമാണേ. കുമ്മായത്തിന് പകരം നമുക്ക് ഡോളമൈറ്റ് വേണേലും ഉപയോഗിക്കാം. ഇതൊരു 3/4 സ്പൂണ് കുമ്മായമുണ്ട്. ആ കുമ്മായം ഞാൻ ഇതുപോലെ 1 ലിറ്റർ വെള്ളത്തിനകത്തേക്ക് കലക്കിയെടുക്കുവാണേ. ഇങ്ങനെ നമ്മൾ നല്ലപോലെ അലിയിപ്പിച്ച് കലക്കിയെടുക്കുന്ന കുമ്മായം, ഈ കുമ്മായം നമ്മൾ കലക്കിയതുണ്ടല്ലോ, നമ്മൾ ചെടിയുടെ ചുവട്ടിലേക്ക് മാറ്റി ആ മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മാസത്തിൽ 1 പ്രാവശ്യം. ഇതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി നല്ലപോലെ വളരുകയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും. വേനൽക്കാലത്ത് നമ്മൾ തക്കാളി വളർത്തുമ്പം നമ്മുടെ ഈ തണ്ടയിലോട്ട് നോക്കിക്കുക. കണ്ടോ, തക്കാളിയുടെ തണ്ടയിൽ വെളുത്ത സ്പോട്ട് പോലെ കണ്ടോ പറ്റിപ്പിടിക്കുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ വെറുതെ വിട്ടിരുന്നാൽ അവർ പെട്ടെന്ന് തന്നെ വലുതാകും. ഇതുപോലെ തക്കാളിക്ക് വരുന്ന മറ്റ് രോഗങ്ങളാണ് വെള്ളീച്ചയുടെ ശല്യം. ഇതെല്ലാം വേനൽക്കാലത്താണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പം വെള്ളീച്ചയുടെ ശല്യം വന്നാലും ഇതുപോലുള്ള സ്പോട്ട് പോലുള്ള സാധനങ്ങളെ പറ്റിപ്പിടിച്ചിരുന്നാലും മുഞ്ഞയുണ്ടെങ്കിലും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് ഞാൻ എൻ്റെ സൂത്രപരിപാടി പറഞ്ഞു തരാവേ. ഇത് ഏകദേശം 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കപ്പാണേ. അപ്പോൾ ഇതിനകത്തേക്ക്, ഇത് നമ്മുടെ ലിക്വിഡ് സോപ്പാണേ, ഇതിൻ്റെ 1 സ്പൂണാണേ. 1 സ്പൂണ് സോപ്പ്, അല്ലെങ്കിൽ നമ്മളൊരു 5 മില്ലി ലിക്വിഡ് സോപ്പ് എടുത്താലും മതി. 5 മില്ലി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 1 അടപ്പ്. അപ്പോൾ 5 മില്ലി ലിക്വിഡ് സോപ്പ് എടുത്ത് അതിനകത്തോട്ട് ചേർക്കുന്നത് എന്നാണെന്നറിയോ? 5 മില്ലി വിനിഗറും കൂടെ നമ്മളിതുപോലെ ചേർത്ത് കൊടുക്കും. കണ്ടോ, എന്നിട്ടിതിനെ 1 ലിറ്റർ വെള്ളത്തിനകത്ത്
ലയിപ്പിച്ചെടുക്കണം കേട്ടോ. വിനാഗിരി നല്ലോണം വെള്ളത്തിനകത്ത് ലയിക്കുന്നതാണ്, അതുകൊണ്ട് നമുക്ക് ലയിപ്പിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഇതുപോലെ നമ്മൾ ലയിപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു കുപ്പിക്കകത്തോട്ട് ഒഴിച്ച് നിറയ്ക്കുവാണേ. അപ്പം ഞാൻ ഇതുപോലെ നിറച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. നിറച്ചിട്ട് നമുക്കിതുപോലത്തെ ഒരു ചെറിയ സ്പ്രെയർ ഉപയോഗിച്ച് അടച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചെടികൾക്കൊക്കെ ഉള്ളെങ്കിൽ ഇതേപോലത്തെ കുറച്ചുണ്ടാക്കിയെടുക്കേണ്ട കാര്യമുള്ളൂ, 5 ലിറ്റർ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമുക്കിതിനെ ഇലയിലേക്കും തണ്ടിലേക്കും ഇതെവിടൊക്കെയാണോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അവിടേക്ക് നമുക്കിതിനെ നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ കീടങ്ങൾ മാറിക്കിട്ടും. ഇതുപോലെ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ഒറ്റ ദിവസം സ്പ്രേ ചെയ്യേണ്ട കാര്യമേ വരുന്നുള്ളൂ. ഇനി കണ്ടമാനം കീടങ്ങൾ പിടിച്ചിരിക്കുവാന്ന് വിചാരിച്ചു, കണ്ടമാനം കീടങ്ങൾ ഇതേപോലെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു 3 ദിവസത്തിൻ്റെ ഇടവേളകളിൽ തളിച്ചു കൊടുക്കണം. അങ്ങനെ തളിച്ചു കൊടുത്ത കീടങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇതേപോലത്തെ കീടനാശിനി ഉണ്ടാക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ തക്കാളികൾ ചെടികൾക്ക് ഒരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ ഈ 2 സാധനവും നമ്മൾ വേനൽക്കാലത്തെ തക്കാളി കൃഷിയിൽ കരുതിയിരിക്കണം. ഇത് രണ്ടും മാത്രം മതി നമുക്ക് തക്കാളിയുടെ കീടങ്ങളുടെ ശല്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് തക്കാളിയെ വളർത്തി നിറയെ വിളവെടുക്കാം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു വിളവെടുപ്പും കൂടെ നടത്താവേ. അപ്പം നമ്മളിതുപോലെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നമുക്ക് തക്കാളി വിളവെടുക്കാനായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വിളവെടുക്കുന്ന തക്കാളി എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച നമ്മൾ വിളവെടുക്കുന്നിടം വരെ ചിലപ്പോൾ അതിന് ശേഷവും കാണും. എന്നാലും മിനിമം നമുക്ക് ഒരാഴ്ചയെങ്കിലും ഉപയോഗിക്കാനുള്ള തക്കാളിയാണ് നമ്മൾ ഈ ഒരു പ്രാവശ്യത്തെ വിളവെടുപ്പിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതേലെ തക്കാളിയും കൂടെ വിളവെടുക്കാവേ. അവിടെ ഇവിടെയൊക്കെ 5-6 എണ്ണമൊക്കെ ഉണ്ട്. നമ്മുടെ ആവശ്യത്തിന് എന്തായാലും തക്കാളി പുറത്തുനിന്ന് മേടിക്കാതെ കിട്ടാനുണ്ട്. ഇതുപോലെ ഇപ്പോൾ എല്ലാവരും ഒരു തക്കാളി ചെടി നടാനായിട്ടൊരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെടിച്ചട്ടി ആയാലും മതി. നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് പറ്റും. ഇനി 2-3 എണ്ണം കൂടെ ഉണ്ടേ. ഇതിലൊരു 2-3 എണ്ണം ഉണ്ട്, അതും കൂടെ നമുക്ക് വിളവെടുത്തേക്കാം. കണ്ടോ, ഇതേപോലെ 5-6 എണ്ണം ഇവിടെ നിന്നും കിട്ടും. അപ്പം ഇത്രയും തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് തക്കാളി കിട്ടും. അപ്പോൾ ആരും മടി പിടിച്ചിരിക്കാതെ വളരത്തില്ല ഉണ്ടാകത്തില്ല എന്നൊന്നും പേടിച്ചിരിക്കാതെ ഇതേപോലെ തക്കാളിയുടെ തൈകൾ നട്ടുപിടിപ്പിക്കണം. ഇപ്പോൾ ഈ തക്കാളി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ വിളവെടുപ്പൊക്കെ തീരാറായതാണ്. അപ്പം നമ്മൾ കാണിച്ചില്ലേ ചെറിയ തക്കാളിയുടെ തൈകൾ, അങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്കിലേ നമ്മുടെ ആവശ്യത്തിന് എന്നും നമുക്ക് തക്കാളി നമ്മുടെ തോട്ടത്തിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ചില കാലഘട്ടങ്ങളിലൊക്കെ തക്കാളിയുടെ പിടുത്തമൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് കുറവാണേലും നമുക്ക് 5-6 എണ്ണമൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടാനുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് കണ്ടോ, ഇത് സൂര്യകാന്തിയുടെ പൂവാണേ. സൂര്യകാന്തിയുടെ പ്രത്യേകത എന്നാണെന്നറിയോ? രാവിലെ സമയത്ത് ഇത് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കും, വൈകുന്നേരം സൂര്യൻ അപ്പുറത്തെ സമയത്താകുമ്പോൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത്. ഇത് വിരിയാറൊക്കെ ആയി, കളറൊക്കെ വെച്ച് തുടങ്ങി കേട്ടോ. അത് വിരിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പം നമ്മൾ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞപ്പം ഇത്രയും തക്കാളി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വന്ന വഴിക്ക് കണ്ട ഒരു പാവയ്ക്കയാണ്, അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും തക്കാളി കിട്ടണമെന്നും വിളവെടുക്കണം എന്നൊക്കെ തോന്നുന്നില്ലേ? നമ്മളിതേ ഇത്രയും ചീര വിളവെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രാവശ്യം വിളവെടുത്തതിന് ശേഷം അതിൻ്റെ മോൾവശം മുറിച്ച് വിട്ടിട്ട് പിന്നെയും കയറി വന്ന ചീരയാണ്. പക്ഷേ ഇതിനി പെട്ടെന്ന് പൂവിടാൻ തുടങ്ങും. അപ്പോൾ നമ്മളിത് ചുവടെ പറിച്ച് മാറ്റിയിട്ട് നമ്മളിത് ഇതുപോലെ അങ്ങോട്ട് ചുവടെ കണ്ടോ പറിച്ച് മാറ്റി കളയണം. എന്നിട്ട് അടുത്ത എന്തെങ്കിലും ചെടി ഇവിടെ നമുക്ക് നടാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് പറ്റുന്നത്ര ഇലകൾ, ചെറിയ ഇലകളുള്ളതിനെയൊക്കെ നമുക്കിങ്ങനെ മുറിച്ചെടുക്കുവാണെങ്കിൽ നമുക്കൊരു തോരനും വെക്കാം. ബാക്കി പിന്നെ നമുക്ക് കളഞ്ഞിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പം തണ്ണിമത്തൻ്റെയൊക്കെ സമയമാണല്ലോ, നമുക്ക് തണ്ണിമത്തൻ്റെ തൈകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നമുക്ക് നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഞാനിതങ്ങ് പറിച്ച് കളയുവാണേ. കണ്ടോ, നമുക്കൊരു കാര്യം കാണാനുണ്ടേ. നമ്മുടെ മരമുന്തിരി കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വിളവെടുത്തതാണ്. ദേ പിന്നെയും കൂടുതൽ കായകൾ ഉണ്ടാകാൻ തുടങ്ങിയ പിന്നെ ഇഷ്ടം പോലെ ഉണ്ടായി തുടങ്ങുവേ. ഇത് കണ്ടോ അതുപോലെ ഇവിടെ ഒരെണ്ണം ഉണ്ട്. പിന്നെ ഇപ്പം ഇത് ആ ചുവട്ടിൽ മാത്രമാണ് ആദ്യം ഉണ്ടായത്, പക്ഷേ ഇത് ഇങ്ങനെ മുകളിലോട്ട് കണ്ടോ, ഇത് ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇത് കൂടാതെ ഇതിനേക്കാൾ ഇതിപ്പോൾ ഒരു 2-2.5 വർഷം പ്രായമായ തൈയാണേ. 2 വർഷം മാത്രമായ ഒരു തൈ ഞാൻ കാണിച്ചു തരാം. അതും പൂട്ട് തുടങ്ങിയിരിക്കുവാണേ. ഇത് കണ്ടോ, ഇത് എസ്കാർലറ്റ് എന്ന് പറയുന്ന ഇനം ചെടിയാണേ. ഇതിന് തുടങ്ങിയപ്പോൾ തന്നെ കായ് ഇതുവരെ ഉണ്ടായിട്ടുള്ളതല്ല,
പൂക്കൾ ഇതേ പിടിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അത് മുകളിലേക്ക് തന്നെ ആദ്യം തന്നെ അവരങ്ങ് ഉണ്ടായി തുടങ്ങിയിരിക്കുക കേട്ടോ. പൂക്കൾ നിറയെ. ഇത് എസ്കാർലറ്റാണേ. ശിവ ഇതിനൊരെണ്ണം തിന്നു നോക്കിയടാ. തൊലി തിന്നരുത്, തൊലിക്കൊരു ചെറിയ കമർപ്പുണ്ട്. നല്ല മധുരം കേട്ടോ, നല്ല മധുരം തന്നെയാണ് ശരിക്കും. നമ്മൾ മുന്തിരിക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇച്ചിരി പുളിയൊക്കെ വരും. ഇതിനൊട്ടും പുളിയുമില്ല, നല്ല മുന്തിരിയുടെ പോലെ തന്നെയാണ്. തൊലിക്ക് ചെറിയൊരു കമർപ്പുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ നല്ലതല്ലേടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. തക്കാളി വിളവെടുത്തു, ചീരയും വിളവെടുത്തു. ഇനി നമുക്ക് പറമ്പിൽ പോയിട്ട് ഒരു ശകലം സാധനങ്ങൾ വിളവെടുക്കാനുണ്ട്. അതും കൂടെ എടുത്തിട്ട് കാണാം. ബാ, ഇത് കണ്ടോ നമ്മുടെ ചാമ്പ ഉണ്ടായിരിക്കുന്നതാണേ. ഇപ്പം നമുക്ക് അറിയാം നമ്മുടെ തോട്ടത്തിൽ ടെറസേൽ ബക്കറ്റുകൾക്കകത്ത് ഞാൻ വെച്ച് വളർത്തിയിരിക്കുന്ന പലതരം ചാമ്പകളുണ്ട്. ഞാനതൊക്കെ വിളവെടുക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളതാണ്. ഇത് ദേ വെളുത്ത നിറത്തിലുള്ളതാണ്. ഇതിവിടെയൊക്കെ കണ്ടോ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. ഇത് ഞാൻ ആദ്യ സമയത്ത് നിലത്ത് വെച്ച് പിടിപ്പിച്ചതാണേ. പക്ഷെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാകും. ഇത്രയും നമുക്ക് തിന്ന് തീർക്കാനൊന്നും പറ്റത്തില്ല. ഈ ചോട്ടിലോട്ട് നോക്കിയാലറിയാം, കിളികളെല്ലാം കയറി കണ്ടമാനം. കിളി കയറിയാലും കയറിയില്ലെങ്കിലും നല്ലോണം പഴുത്ത് കഴിയുമ്പോൾ ഇതങ്ങ് പൊഴിഞ്ഞ് താഴേക്ക് വീഴുക. ഒത്തിരി ഉണ്ടായി നമുക്ക് കുറേ നഷ്ടവും കൂടെ വരും. അതേസമയം നമ്മളൊരു പാത്രത്തിനകത്താണ് നട്ട് വളർത്തുന്നതെങ്കിൽ 10, 20, 50 എണ്ണം ഉണ്ടാകുമ്പം നമുക്കൊന്നും നഷ്ടപ്പെടുത്താതെ കഴിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. പക്ഷേ നിറയെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ കണ്ടോ. ഇപ്പം ദേ വിളഞ്ഞതുണ്ട്, മൂക്കാറായതുണ്ട്, ദേ മൊട്ടുണ്ട് കണ്ടോ, പൂക്കളുണ്ട്. ഈ പല ഘട്ടത്തിലുള്ളതെല്ലാം ഇപ്പം തന്നെ ഈ ചാമ്പയിലുണ്ട്. ഞാൻ ഒരെണ്ണം തിന്ന് കാണിക്കാവേ. ഒരു പ്രാവശ്യം കടിച്ചെടുത്താൽ നമുക്ക് മൊത്തം തിന്നാൻ പറ്റത്തില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല മധുരമാണ്, വെള്ളച്ചുവയൊന്നുമില്ല, നല്ല സൂപ്പർ സാധനമാണ്. മാത്രമല്ല ഇത് ഏതെടുത്ത് നമ്മൾ നോക്കിയാലും ഒറ്റ വിത്ത് പോലും കാണത്തില്ല കണ്ടോ. സീഡ്ലെസ് ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള വെള്ളച്ചാമ്പയാണ് ഇത്. അപ്പോൾ നമുക്കിത് ഇതിൽ നിന്നൊരു കുറച്ചെണ്ണം പറിച്ചെടുക്കാവേ. ഇത് മുഴുവനൊന്നും നമുക്ക് തിന്നു തീർക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ പറിച്ചെടുത്തിട്ട് കാണിക്കാം. ഏതായാലും പറിച്ചാലും പറിച്ചില്ലേലും ഇത് പോവും. പറിച്ചിട്ട് കാണിക്കാം. ഞാൻ ദേ കുറച്ച് ചാമ്പയ്ക്ക പറിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെയാണ് കമ്പുകളിലെല്ലാം അടുപ്പിച്ച് നിറയെ ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ദേ എന്തിനാ ഈ കൂട് വെച്ചിരിക്കുന്നതെന്നേ. ഈ കൂടിനൊരു കിടിലം പരിപാടിയുണ്ടേ, കാണിച്ചു തരാം. ഇത് കണ്ടോ ഈ തോട്ടി, ഇത് നമ്മളൊരു 10-18 വർഷമൊക്കെ ആയ തോട്ടിയാണേ. അപ്പം എന്തേ ചിലപ്പോൾ നമ്മൾ പറിച്ചൊക്കെ മഴയത്തോ പുറത്തൊക്കെ വെച്ചിട്ട് പോകും. ഇതിൻ്റെ കണ്ടോ ഈ നെറ്റെല്ലാം തന്നെ പൊട്ടിപ്പോയിട്ടുണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് കൂട് എടുത്തത്. നിങ്ങളോട് ചോദിച്ചില്ലേ ഞാൻ ഈ പ്ലാസ്റ്റിക് കൂട് എടുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കുന്നത്. ഇത് നമുക്ക് കായ പറിക്കാനായിട്ട് ഈ ഭാഗത്തുണ്ടേ. അപ്പോൾ അത് മൂടിപ്പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ 2 ഭാഗമായിട്ട് മുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. പറ്റുവാണെങ്കിൽ ചിലപ്പോഴൊക്കെ തോറ്റു പോകാറുമുണ്ട്. ഇതിനടിയിൽ കൂടെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കെട്ടി വെക്കാനായിട്ട് പറ്റാതെ വരും. അപ്പം ഞാനിത് കെട്ടിയത് എന്തിനാണെന്നറിയോ, ഇതിങ്ങനെ മേളിലോട്ട് നോക്കി കണ്ടോ, നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് എല്ലാം പഴുത്ത് കിടക്കുന്ന കണ്ടോ, നല്ല മഞ്ഞ കളറിൽ പഴുത്ത് കിടക്കുവാണേ. അതിനൊപ്പം പൂക്കളുണ്ട്, കുഞ്ഞായിട്ട് വിരിഞ്ഞ കായ്കളുണ്ട്. നമുക്കപ്പോൾ 1-2 എണ്ണം ഒന്ന് പറിച്ചു നോക്കാം. അപ്പോൾ അത് ഇതിനകത്തേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കെട്ടിയതൊക്കെ. നമുക്കത് ഇതിനെ ഇങ്ങോട്ട് പറിച്ചെടുക്കാവേ. നല്ല വലിപ്പമുണ്ട് കണ്ടോ, അത് കൂടിനകത്ത് കിടക്കുകയും ചെയ്തോളൂ. 2 എണ്ണം കിട്ടിയിട്ടുണ്ടേ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. മറ്റേ നെറ്റ് പോയ കാരണം അതിനകത്തുനിന്നൊരു സാധനം എൻ്റെ വലിപ്പം കണ്ടോ, നല്ല സൂപ്പർ സാധനം കേട്ടോ. കണ്ടോ ഇതേപോലത്തെ ഞാനിപ്പോൾ 2 എണ്ണമാണ് പറിച്ചെടുത്തത്. നിറയെ കണ്ടോ ഇതിൻ്റെ വലിപ്പം കണ്ടോ, നിറച്ചുണ്ട് അതേൽ. ഞാൻ തിന്നാവേ. സൂപ്പറാണ്, നല്ല മധുര. എന്നോട് ചില ആൾക്കാർ പറയാറുണ്ടേ, ഞങ്ങൾക്ക് തരാതെ എന്തിനാ ചേച്ചി ഇതിങ്ങനെ തിന്ന് കാണിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ നല്ല നല്ല പഴങ്ങളും ഒക്കെ പറിച്ചിട്ട് തിന്ന് കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കുവാണ്. ശരിക്കും ഞാനിത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. നിങ്ങളും ഇതേപോലെ ഓരോന്നെല്ലാം വാങ്ങിച്ച് പാത്രത്തിനകത്തും മണ്ണുള്ളവരാണെങ്കിൽ മണ്ണിനകത്തും ഒക്കെ വെച്ച് നട്ട് വളർത്തണം. നമുക്ക് വല്ലപ്പോഴും ഇതുപോലത്തെ ഉച്ച സമയത്തൊക്കെ ഇറങ്ങി ഇതുപോലത്തെ 1-2 എണ്ണം പറിച്ച് തിന്നാൽ കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതൊന്നും മാർക്കറ്റുകളിൽ അങ്ങനെ വാങ്ങിക്കാനും കിട്ടത്തില്ല. നല്ല മധുരമുള്ള ഇനം നമ്മൾ നോക്കി നേരത്തെ മേടിച്ച് വെച്ചതാണ്. പറമ്പിൽ വെച്ച് വളർത്തിയിരിക്കുന്നുണ്ട് ഇതേപോലത്തെ വലിപ്പത്തിൽ കായ്കളുണ്ടാകുന്നത് കേട്ടോ. നല്ല സൂപ്പർ സാധനം. ഞാൻ 5-6 എണ്ണം കൂടെ പറിച്ചിട്ട് കാണിക്കാവേ.
ഇത്രയും സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ പറിച്ചിട്ടുണ്ട്. കുറച്ച് ചാമ്പയ്ക്കയുണ്ട്, കുറച്ച് ചീരയുണ്ട്. നമുക്ക് കുറച്ച് വഴുതനങ്ങയും കൂടെ പറിച്ചിട്ട് വരാവേ. ഇതിവിടെ ഒരു വഴുതനയിൽ ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടേ. ഇത് ഒരെണ്ണം ഞാൻ വിളവെടുത്തിട്ടുണ്ടേ. നമുക്ക് ബാക്കിയും കൂടെ 1-2 കൂടെ, ഇവിടെ ഒരു 2-3 എണ്ണം ഉണ്ടായിട്ടുള്ളൂ. അതങ്ങോട്ട് ഉണ്ടായി തുടങ്ങുന്നുള്ളൂ കണ്ടോ. പക്ഷേ നല്ല സൂപ്പർ വഴുതനങ്ങയാണ്, പച്ച വഴുതന. ഇതിൻ്റെ വിത്ത് നമുക്കിവിടെ ഉണ്ടേ, നമ്മുടെ സീഡ്സ് ഇട്ട് കിളിപ്പിച്ചിരിക്കുന്നതാണേ. ഇനി ഇത് ഭംഗിയായിട്ടൊക്കെ ഒന്ന് വാരം കോരിയൊക്കെ നടണം. ഞാനിത് കൈ കിട്ടിയതൊക്കെ അവിടെ ഇവിടെയൊക്കെ നട്ടിരിക്കുന്നതുകൊണ്ടാണ് ഒരു ഓർഡർ ഇല്ലാതെ കാണുന്നത്. നമുക്കിതിനെ ഒന്ന് ലെവലാക്കി ഇനി എടുക്കുകയും കൂടെ വേണം. ഇനി നമുക്ക് വിളവെടുക്കാൻ കിട്ടിയത് ഇത്രയും തക്കാളിയും ഒരു പാവയ്ക്കയും കൂടെ ഞാൻ അവിടെ നിന്ന് പറിച്ചെടുത്താണേ. ഇത് കുറച്ച് വഴുതനങ്ങ കണ്ടോ. ഇനി നമുക്ക് ഉള്ള സാധനം ഞാൻ ഇവിടോട്ട് നിരത്തി വെക്കാവേ. ഇതെല്ലാം നമ്മുടെ ചതുരപ്പുളി അല്ലെങ്കിൽ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനമാണേ. നല്ല സൂപ്പർ സാധനം കേട്ടോ, നല്ല മധുരമുള്ള നല്ല സാധനമാണ്. അപ്പം ഞാൻ ഇവിടോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നല്ല ചുവന്ന നിറത്തിലുള്ള തക്കാളി. ഇത് ഒരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ വലിപ്പം കണ്ടോ. ഇതേപോലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വിളവെടുക്കണ്ടേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.